ഗുജറാത്തിലെത്തിയാൽ, അഹമ്മദാബാദിലെത്തിയാൽ ഉറപ്പായിട്ടും മഹാത്മാഗാന്ധിയുടെ ആശ്രമം സബർമതി ആശ്രമത്തിൽ ഞാൻ സ്ഥിരം വരാറുണ്ട്. ഇതാ സബർമതി ആശ്രമത്തിലേക്കുള്ള പാതയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ്, സോൾ ഓഫ് ഇന്ത്യ, മഹാത്മാഗാന്ധി ഇവിടെയാണ് താമസിച്ചിരുന്നത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഈ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും, നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും വിഭാവനം ചെയ്തിരുന്നത്. ഇപ്പോൾ മനോഹരമായ രീതിയിൽ സബർമതി ആശ്രമം ഒരുക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റ് അടക്കം ലോകത്തിലെ വ്യത്യസ്ത രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ സബർമതി ആശ്രമത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 10,000 വർഷങ്ങളിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യനാണ് മഹാത്മാഗാന്ധി. യഥാർത്ഥത്തിൽ ഇന്ത്യ വിശ്വഗുരുവായി മാറുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആ വിശ്വഗുരു യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം സൂക്ഷിച്ചിരുന്നു. ഓർത്തു നോക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് സൂക്ഷിച്ചിരുന്നത്. ഇസ്രായേലിൻ്റെ രാഷ്ട്രപിതാവ് ബെൻ ഗൂരിയോൺ മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ നെൽസൺ മണ്ടേലയാകട്ടെ, ഒബാമയാകട്ടെ, അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബരാക് ഒബാമയോട് ചോദിച്ചു, ഇന്ത്യയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? അദ്ദേഹം പറഞ്ഞു, രാമായണവും മഹാഭാരതവും മഹാത്മാഗാന്ധിയുമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. പല നൂറ്റാണ്ടുകളിൽ, പല സഹസ്രാബ്ദങ്ങളിൽ ജനിച്ച ഏറ്റവും വലിയ മനുഷ്യൻ, ഏറ്റവും വലിയ ഹിന്ദു മഹാത്മാഗാന്ധിയായിരുന്നു. മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് തീവ്ര ഹിന്ദുത്വമാണ്, ഗോഡ്സേവാദികളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ രാമഭക്തനായിരുന്ന, പശു സംരക്ഷകനായിരുന്ന വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം, ആ സബർമതി ആശ്രമത്തിലൂടെ ഉള്ളൊരു യാത്രയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഗാന്ധിജി ജീവിച്ചിരുന്ന സ്ഥലങ്ങളും എന്നതിൻ്റെ മ്യൂസിയവും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നടന്ന വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ ഈ മുമ്പിൽ കാണുന്നത് അദ്ദേഹം താമസിച്ച വീടാണ്. ഹൃദയകുഞ്ച് എന്നാണ് അതിൻ്റെ പേര്. ഗാന്ധിജി യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1930 വരെയാണെന്നാണ് നോക്കുക, എൻ്റെ ഫ്രണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. 1930 വരെയാണ് ഇവിടെ താമസിച്ചത്. ഹൃദയകുഞ്ച് മഹാത്മാഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി കസ്തൂർബ ഗാന്ധിയും ഇവിടെയാണ് താമസിച്ചിരുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും, ഇവിടെയാണ് പല രാഷ്ട്രത്തലവന്മാരും വന്ന് ഈ ചർക്കയൊക്കെ അതിൽ നൂല് നോക്കുന്നതൊക്കെ ഇവിടെ വച്ചാണ്. ഇതാണ് മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന വീട്. മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന വീട് ഇതാണ്. ആദ്യം കുറച്ച് ദൂരെ നിന്ന് കാണിക്കാം. ഈ വീട്ടിലാണ് മഹാത്മാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും നേതാജി സുഭാഷ് ചന്ദ്രബോസും അടക്കം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് പേർ ഒരുമിച്ച് വരികയും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ളത്. ഗാന്ധിജിയുടെ പേഴ്സണൽ മുറി അവിടെയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം. വൈകിട്ട് ആകുമ്പോൾ അത് അടയ്ക്കും, 6-6:30 അത് അടയ്ക്കും. മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന മുറിയാണ്. ഗാന്ധിജിയുടെ റൂമാണിത്. ഇതാണ് ഹൃദയകുഞ്ച്. ഇവിടെ 1918 മുതൽ 1930 വരെ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഗാന്ധിജിയുടെ പ്രാർത്ഥനയും ജീവിതവും ഒക്കെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചമാണ്. നമ്മൾ ചരിത്രത്തിൽ പഠിച്ച ബ്രിട്ടീഷുകാരും മഹാത്മാഗാന്ധിയും സർദാർ പട്ടേലും പണ്ഡിറ്റ് നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ജീവിച്ച, അവർ തൊട്ട് തഴുകി നടന്നിട്ടുള്ള വഴികളാണ്. തീർച്ചയായിട്ടും ആവേശം തരുന്ന ഒരു ചരിത്രമാണ് ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നും ഗാന്ധിജിയുടെ സ്മരണകൾക്ക് മുമ്പിൽ പ്രണമിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. നമ്മളൊപ്പം ആ പാതയിലൂടെ രാഷ്ട്രപിതാവിൻ്റെ താമസിച്ചിരുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ എപ്പോൾ ഗുജറാത്തിൽ വന്നാലും അമ്പലത്തിലും പള്ളിയിലും വരുന്ന പവിത്രതയോടെ, ധന്യതയോടെ മഹാത്മാഗാന്ധിയുടെ ഈ വീട് കാണാൻ വരികയും പ്രണമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരു വീടാണിത്. അതാണ്